ഗ്രാവിറ്റി ഗ്രേഡിയൻറ്റ് സ്റ്റെബിലൈസേഷൻ ഇതൊരു പാസീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡാണ്. ഇവിടെ സാറ്റലൈറ്റിന് ഒരു ഇലോങ്ങേറ്റഡ് ഷേപ്പ് ഉണ്ടാവും, ഒരു ലെങ്തിയായ ഒരു പോർഷൻ ഉണ്ടാവും. ആ ലോങ് ആക്സിസ് എർത്തിനെ പോയിന്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും അത് അലൈൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ അലൈൻ ചെയ്യുമ്പോൾ എർത്തിൻ്റെ അടുത്തുള്ള എൻഡിൽ എർത്തുമായിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു എൻഡ് ഉണ്ടാവും, എർത്തിൽ നിന്ന് ഫാറായിട്ടിരിക്കുന്ന ഒരു എൻഡ് ഉണ്ടാവും അല്ലെ. ഒരു ലോങ് ആക്സിസ് എർത്തിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുമ്പോൾ എർത്തിനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവും, എർത്തിൽ നിന്ന് ഫാറായി നിൽക്കുന്ന ഒരു എൻഡ് ഉണ്ടാവും. അതായത് ഈ രണ്ട് എൻഡിലും അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ പുള്ള് ഡിഫറെൻ്റ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F=gmm/r² എന്ന് പറയുമ്പോൾ ആ ലെങ്ത് വ്യത്യാസം വരുമ്പോൾ, ഡിസ്റ്റൻസ് വ്യത്യാസം വരുമ്പോൾ ആ രണ്ട് സൈഡിലും അനുഭവപ്പെടുന്ന ഫീൽ ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ പുൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഡിഫറൻസ് അവിടെ ഒരു സ്റ്റെബിലൈസിങ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യും. ഈ സ്റ്റെബിലൈസിങ് ടോർക്കാണ് ഈ സാറ്റലൈറ്റിനെ കറക്റ്റായി വെർട്ടിക്കലായിട്ട് ഓറിയൻറ്റ് ചെയ്യുന്നത്. അതായത് നാച്ചുറൽ ഫോഴ്സായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ കാര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇവിടെ സാറ്റലൈറ്റിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ആയ ഫ്യൂവലോ പവറോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതൊരു പാസീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ ഓറിയൻറ്റേഷൻ മെത്തേഡാണെന്ന് പറയുന്നത്. വെരി സിമ്പിളാണ്, പക്ഷേ ഇത് ലോ എർത്ത് ഓർബിറ്റിൽ മാത്രമേ ഉപയോഗിക്കൂ. അതിനുള്ള കാരണം ഇവിടെയുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പുള്ളാണ് അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഗ്രേഡിയൻറ്റ് നോട്ടീസബിൾ ആയ രീതിയിൽ ആ വ്യത്യാസം, ഗ്രാവിറ്റേഷണൽ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ആ വ്യത്യാസം വ്യക്തമായി നോട്ടീസ് ചെയ്യപ്പെടുന്ന ഓർബിറ്റിൽ മാത്രമേ ഈ ഗ്രാവിറ്റേഷണൽ ഗ്രേഡിയൻറ്റ് സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ലോ എർത്ത് ഓർബിറ്റിലാണ് ഉപയോഗിക്കുന്നത്. മിയോയിലും ജിയോയിലും ഗ്രാവിറ്റി ഗ്രേഡിയൻറ്റ് സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കാറില്ല. അപ്ലിക്കേഷൻ ലെവലാണെങ്കിലും വളരെ ചെറിയ രീതിയിൽ അപ്ലിക്കേഷനിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇമേജിങ് പർപ്പസിന് മാത്രമായി ഒരു എർത്തിൻ്റെ ഒരു ഫേസ് ചെയ്ത ഒരു പെർട്ടിക്കുലർ ഭാഗം ഇമേജിങ് സാറ്റലൈറ്റ് മാത്രം, അത്തരം ചെറിയ അപ്ലിക്കേഷൻസിന് മാത്രമേ ഗ്രാവിറ്റി ഗ്രേഡിയൻറ്റ് സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കൂ. ഇതൊരു പാസീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡിന് എക്സാമ്പിളാണ്.